ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളും വയ്യായ്കളൊക്കെ വന്ന് ജീവിതത്തിൽ ദാമ്പത്യത്തിലും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ, മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എനിക്ക് എൻ്റെ അമ്മായിയാണ് പറഞ്ഞു തന്നത്, ഇങ്ങനെ ദത്താത്രേയ ക്ഷേത്രമുണ്ട്, അവിടെ പോയി നീ ഒന്ന് തേങ്ങ കെട്ടി നോക്കൂ, 48 ദിവസത്തെ വ്രതം എടുത്ത് നോക്കൂ എന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ പൂജാരിയോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എനിക്ക് അതിൻ്റെ പൂജാവിധി, എത്ര വൃത്തിയായിട്ട് നമ്മളത് ചെയ്യണം, എങ്ങനെ നിഷ്ഠയായി സ്വാമിയെ ഭജിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, എൻ്റെ കൂട്ടുകാരി മഹേശ്വരി, അവളെപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ശ്രീരാമജയം എന്ന് തമിഴിൽ എഴുതുമായിരുന്നു. ഞാൻ തമിഴിൽ ആദ്യമായിട്ട് എഴുതി പഠിച്ചൊരു വാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാചകം എന്ന് പറയുന്നത് ശ്രീരാമജയം തന്നെയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അവിടെ ആളുകൾ മാല പോലെ ശ്രീരാമജയം എഴുതി കെട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങ കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, വഴി കാട്ടി തരണേ എന്ന്. പലപ്പോഴായിട്ടും അവിടെ അമ്പലങ്ങളിൽ പോയി സന്ദർശിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള നിഷ്ഠയായിട്ടുള്ള രീതിയിലേക്ക് പറഞ്ഞു തന്നു. ഞാനത് തന്നെ ഫോളോ ചെയ്തു. വേറെ ആരും പറയുന്നതല്ല, അമ്പലത്തിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാമിയെ 2 നേരവും കറക്റ്റായിട്ട് വിളക്ക് കൊളുത്തി പൂജിച്ച് അദ്ദേഹത്തിന് പ്രസാദങ്ങൾ അർപ്പിച്ച് എൻ്റെ കയ്യിലായ പോലെ, ചിലപ്പോൾ എനിക്ക് കൽക്കണ്ടം മാത്രമാണ് വെക്കാൻ കിട്ടുന്നതെങ്കിൽ ഞാനത് മാത്രം അർപ്പിക്കുമായിരുന്നു. പൂക്കൾ വെച്ച് ഞാൻ 101 തവണ രാവിലെയും വൈകിട്ടും ചൊല്ലുമായിരുന്നു. ഹനുമാൻ ചാലിസ പഠിക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ യൂട്യൂബിൽ നോക്കി ഹനുമാൻ ചാലിസ ഞാൻ പഠിച്ചു. ഒരു പുസ്തകം വാങ്ങി, ആ പുസ്തകത്തിൽ അതിൻ്റെ അർത്ഥത്തോട് കൂടിയിട്ടുള്ള പുസ്തകം വാങ്ങി ഹനുമാൻ ചാലിസ പഠിച്ചു. ഇപ്പോൾ ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ്, അല്ലെങ്കിൽ ഞാൻ ഹനുമാൻ സങ്കല്പം എടുക്കുന്ന ദിവസങ്ങളിൽ 7 പ്രാവശ്യമെങ്കിലും ഞാൻ ഹനുമാൻ ചാലിസ ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങളുണ്ടായി. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം തന്നെയാണ്. അത് ഞാൻ സർവേശ്വരന് സമർപ്പിക്കുകയാണ്. ഭഗവാനെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷനായാലും എല്ലാ തരത്തിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട്, ഞാനെന്ന വ്യക്തിക്ക് നല്ലൊരു ഡിസിപ്ലിൻ വരാനും കാരണമായത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നിഷ്ഠകൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, പ്രാർത്ഥിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം ചൊല്ലുമ്പോൾ പോലും ശ്രീരാമനാമ ജപത്തോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുക. അതെൻ്റെ കുട്ടികളുടെ സ്വഭാവത്തിലും എൻ്റെ ഫാമിലിയുടെ സ്വഭാവത്തിലും എൻ്റെ ആത്മവിശ്വാസത്തിലും എൻ്റെ മനസ്സമാധാനത്തിനും ഒക്കെ എനിക്ക് സഹായമായിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മൾ നാമം ചൊല്ലുന്നില്ല, നടക്കുന്ന വഴിയും ഇരിക്കുന്ന വഴിയും ഒക്കെ നാമം ചൊല്ലാൻ സമയം കണ്ടെത്തി. കാരണം നമ്മൾ 2 കുട്ടികളുടെ അമ്മയാണ്, ജോലിക്ക് പോകുന്നുണ്ട്. നാമജപം മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബാക്കിയുള്ളവരും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നൊരു ഡൗട്ടുണ്ടായി. അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങൾ ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് 2 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടി, നിങ്ങൾ രാമനാമം ചൊല്ലൂ. എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.